സ്വർണ്ണവില പവന് 64,000 രൂപ കടന്നു. ഗ്രാമിന് 80 രൂപ ഉയർന്ന 860 രൂപയായി. ഇതോടെ ഒരു പവന് 64,480 രൂപയിലാണ് വിപണനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, ഇന്നത്തെ സ്വർണ്ണവില വർധനവ് എങ്ങനെയാണ്? വിഷ്ണു, സ്വർണ്ണവില ഇതുവരെ സങ്കല്പിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് വേണം പറയാൻ. ഈ ഫെബ്രുവരി മാസം ആദ്യം മുതൽ തന്നെ സ്വർണ്ണവിലയിൽ വലിയ തോതിൽ വർധനവ് ആരംഭിച്ചിരുന്നു. അതായത് പ്രതിദിനം 200 രൂപയ്ക്ക് മേളിൽ എന്നോണം വില വർധനവ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് മാത്രമാണ് ഇടിവ് ഉണ്ടായത്. അതിന് വീണ്ടും ഇതുപോലെ ക്രമാനുഗതമായി പ്രതിദിനം എന്നോണം സ്വർണ്ണവില ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഗ്രാമിന് 80 രൂപയുടെ വർധനവുണ്ടായി. പവന് 640 രൂപയും ഉയർന്നിട്ട് 64,480 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന്റെ വില 860 രൂപയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്വർണ്ണവില ഇത്തരത്തിൽ ക്രമാനുഗതമായി കൂടാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഡോളറിനെതിരെയുള്ള രൂപയുടെ തകർച്ചയാണ് ആഭ്യന്തര സ്വർണ്ണ വില വർധനവിന് കാരണമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് അമേരിക്ക എടുക്കുന്ന ചില നിലപാടുകളും രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം തന്നെയാണ് സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഒപ്പം തന്നെ ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചാൽ അത് കൂടുതൽ ആകർഷകമായി നിക്ഷേപകർ കാണുന്നുണ്ട്. മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണം വാങ്ങുകയും അതുമൂലം ഉണ്ടാകുന്ന ലാഭം ഇരട്ടിയുമാണെന്നുള്ള ഒരു ചിന്തയും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഇതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിലവർദ്ധനവ് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് വിപണിയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ സീസണ് മറ്റും തുടരുന്നതിനാൽ ഈ സ്വർണ്ണവില ഉപഭോക്താക്കൾക്ക് വലിയ ഇരട്ടടിയായിട്ടുണ്ട്. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദായമായാണ് ഇത് കാണപ്പെടുന്നത്. എന്തായാലും വില ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.